ചോദ്യം 1. ഏത് ഡ്രൈവിംഗ് ശീലമാണ് ഏറ്റവും കൂടുതൽ ഇന്ധനം പാഴാക്കുന്നത്? ഓപ്ഷൻസ്: എ. സുഗമമായ ആക്സിലറേഷൻ, ബി. ശക്തമായ ആക്സിലറേഷനും ശക്തമായ ബ്രേക്കിംഗും, സി. ശരിയായ ടയർ മർദ്ദം നിലനിർത്തൽ, ഡി. മിതമായ വേഗതയിൽ വാഹനമോടിക്കുമ്പോൾ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. ചോദ്യം 2. നിങ്ങൾ മൂടൽമഞ്ഞിൽ വാഹനം ഓടിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ മുന്നിലുള്ള വാഹനത്തിൽ നിന്ന് നന്നായി അകലം പാലിക്കേണ്ടത്? ഓപ്ഷൻസ്: എ. വാഹനം പെട്ടെന്ന് നിർത്തുന്ന സാഹചര്യത്തിൽ അപകടം ഉണ്ടാകാതിരിക്കാൻ, ബി. പെട്ടെന്ന് ദിശ മാറുന്ന സാഹചര്യത്തിൽ അപകടം ഉണ്ടാകാതിരിക്കാൻ, സി. ഫോഗ് ലൈറ്റുകൾ ഇല്ലാത്ത സാഹചര്യത്തിൽ അപകടം ഉണ്ടാകാതിരിക്കാൻ, ഡി. ബ്രേക്ക് ലൈറ്റുകൾ സദാ കത്തുന്ന സാഹചര്യത്തിൽ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. ചോദ്യം 3. നിങ്ങളുടെ വാഹനത്തിന് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്? ഓപ്ഷൻസ്: എ. മറ്റൊരു വ്യക്തിയുടെ പരിക്ക്, ബി. മറ്റൊരാളുടെ വസ്തുവകകൾക്കുള്ള നാശനഷ്ടങ്ങൾ, സി. മറ്റ് വാഹനങ്ങൾക്കുണ്ടാകുന്ന കേടുപാടുകൾ, ഡി. മുകളിൽ പറഞ്ഞവ എല്ലാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. ചോദ്യം 4. ഇരുചക്ര വാഹനത്തിന്റെ അടിസ്ഥാന സുരക്ഷാ ആവശ്യകതകൾ ഇനി പറയുന്നവ ഏത്? ഓപ്ഷൻസ്: എ. സാരി ഗാർഡ്, ബി. ഇരുവശത്തും പിലിയൻ റൈഡർക്കുള്ള ഫുഡ് റെസ്റ്റ്, സി. പില്ലിയൻ ഹാൻഡിൽ, ഡി. മുകളിൽ പറഞ്ഞവയെല്ലാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. ചോദ്യം 5. PSL തത്വം അനുസരിച്ച് ഒരു പ്രവൃത്തി ചെയ്യുന്നതിനു മുമ്പ് ആദ്യമായി പരിശോധിക്കേണ്ടത്. ഓപ്ഷൻസ്: എ. നിങ്ങളുടെ റോഡിന്റെ സ്ഥാനം, ബി. നിങ്ങളുടെ വാഹനത്തിന്റെ വേഗത, സി. നിങ്ങളുടെ ബ്ലൈൻഡ് സ്പോട്ടുകൾ, ഡി. നിങ്ങളുടെ പിറകിലെ വാഹനം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. ചോദ്യം 6. ഒരു കയറ്റത്തിൽ വാഹനം പാർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഓപ്ഷൻസ്: എ. വാഹനം ക്ലച്ചിൽ നിർത്തുക, ബി. വാഹനം ഫുട് ബ്രേക്കിൽ നിർത്തുക, സി. വാഹനം ഗിയറിൽ ഇട്ട ശേഷം പാർക്കിംഗ് ബ്രേക്ക് ഉപയോഗിക്കുക, ഡി. വാഹനം ഗിയറിൽ മാത്രം ഇട്ട് പാർക്ക് ചെയ്യുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. ചോദ്യം 7. ഒരു ഡാഷ് കടന്നു പോകുമ്പോൾ ഒരു ഡ്രൈവറും മണിക്കൂറിൽ 25 കിലോമീറ്ററിൽ കൂടുതൽ വേഗതയിൽ വാഹനം ഓടിക്കാൻ പാടില്ല. ഓപ്ഷൻസ്: എ. സ്കൂൾ, ബി. നിർമ്മാണ സ്ഥലം, സി. ആശുപത്രി, ഡി. മുകളിൽ പറഞ്ഞവ എല്ലാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. ചോദ്യം 8. ഒരു വാഹനത്തിന്റെ ഡ്രൈവർ ഡാഷ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് പിടിച്ചെടുക്കാനും അസാധുവാക്കൽ നടപടിക്ക് വേണ്ടി ലൈസൻസിംഗ് അതോറിറ്റിക്ക് കൈമാറാവുന്നതുമാണ്. ഓപ്ഷൻസ്: എ. സാധുവായ ഇൻഷുറൻസ് ഇല്ലാതെ വാഹനമോടിക്കുന്നത്, ബി. സാധുവായ ഒരു പെർമിറ്റ് ഇല്ലാതെ വാഹനമോടിക്കുന്നത്, സി. സുരക്ഷിതമല്ലാത്ത അവസ്ഥയിൽ വാഹനമോടിക്കുന്നത്, ഡി. സാധുവായുള്ള PUCC ഇല്ലാതെ വാഹനമോടിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. ചോദ്യം 9. ഒരു ട്രക്കിൽ ചരക്ക് കമ്പാർട്ടുമെന്റിൽ കൊണ്ടുപോകാവുന്ന ആളുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻസ്: എ. പെർമിറ്റിൽ കാണിച്ചിരിക്കും പ്രകാരം, ബി. അധികമായി ഒരാൾ, സി. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രകാരം, ഡി. മുകളിൽ കൊടുത്ത ഒന്നും ശരിയുത്തരമല്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. ചോദ്യം 10. രജിസ്ട്രേഷൻ നമ്പറുകൾ പ്രകാശിപ്പിക്കേണ്ടത് ഏത് കളർ ലൈറ്റ് കൊണ്ടാണ്? ഓപ്ഷൻസ്: എ. ചുവന്ന വെളിച്ചം, ബി. വെളുത്ത വെളിച്ചം, സി. ആംബർ ലൈറ്റ്, ഡി. നീല വെളിച്ചം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. ചോദ്യം 11.
ഒരു വാഹനം യു ടേൺ ചെയ്യാൻ പാടില്ല ഡാഷിൽ. ഓപ്ഷൻസ് എ ഒരു റോഡ് ചിഹ്നമോ ട്രാഫിക് സിഗ്നലോ യു ടേൺ നിരോധിച്ചിരിക്കുന്നിടത്ത്. ബി തുടർച്ചയായ ഗതാഗതമുള്ള തിരക്കേറിയ റോഡിൽ. സി ഒരു പ്രധാന റോഡിലോ ഹൈവേയിലോ അല്ലെങ്കിൽ എക്സ്പ്രസ് വേയിലോ. ഡി മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. ചോദ്യം 12. LMV വാഹനം ഓടിക്കുന്നതിന് ഉള്ള ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിന് ആവശ്യമായ കുറഞ്ഞ പ്രായം എത്ര? ഓപ്ഷൻസ് എ 16 വയസ്സ് നിർബന്ധം, ബി 18 വയസ്സ് നിർബന്ധം, സി 20 വയസ്സ് നിർബന്ധം, ഡി 21 വയസ്സ് നിർബന്ധം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. ചോദ്യം 13. വാഹനാപകടത്തിൽപ്പെട്ട ഒരാൾക്ക് നഷ്ടപരിഹാരത്തിന് അപേക്ഷിക്കുന്നത് ആരുടെ മുന്നിലാണ്? ഓപ്ഷൻസ് എ RTO, ബി പോലീസ് സ്റ്റേഷൻ, സി ഡ്രൈവർ അല്ലെങ്കിൽ ഉടമ, ഡി മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രിബ്യൂണൽ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. ചോദ്യം 14. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ മുന്നിൽ സ്കൂൾ ഉണ്ട്, ബി കാൽനടയാത്രക്കാർ റോഡ് മുറിച്ചു കടക്കുന്ന സ്ഥലം, സി സ്കൂൾ കുട്ടികൾക്കുള്ള കാൽനട പാത, ഡി സ്കൂൾ കുട്ടികൾക്കുള്ള കാൽനട ക്രോസിംഗ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. ചോദ്യം 15. സുരക്ഷിതമായി അകലം പാലിക്കുന്നത് പ്രതിരോധാത്മകമായ ഡ്രൈവിംഗിന് എങ്ങനെ സഹായിക്കുന്നു? ഓപ്ഷൻസ് എ മറ്റ് വാഹനങ്ങളെ വേഗം മറികടക്കാൻ സഹായിക്കുന്നു, ബി പെട്ടെന്നുള്ള സ്റ്റോപ്പുകൾ അല്ലെങ്കിൽ അടിയന്തര സാഹചര്യങ്ങളോട് പ്രതികരിക്കാൻ ഇത് നിങ്ങൾക്ക് ധാരാളം സമയം നൽകുന്നു, സി വരുന്ന ട്രാഫിക്കിന്റെ വേഗത അളക്കാൻ സഹായിക്കുന്നു, ഡി പിഴ ലഭിക്കാനുള്ള സാധ്യത കുറയ്ക്കുന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. ചോദ്യം 16. ഒരു വാഹനം വ്യക്തികളെയോ ചരക്കോ കയറ്റുന്നതിനും ഇറക്കുന്നതിനും ഒഴികെ മറ്റേതെങ്കിലും ആവശ്യത്തിന് 3 മിനിറ്റിൽ കൂടുതൽ സമയം നിർത്തിയിടുന്നതിന് ഡാഷ് എന്ന് പറയുന്നു? ഓപ്ഷൻസ് എ സ്റ്റോപ്പിംഗ്, ബി വെയിറ്റിംഗ്, സി പാർക്കിംഗ്, ഡി സജ്ജീകരിക്കുന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. ചോദ്യം 17. ഒരു നീണ്ട ട്രക്കിന് പിന്നിൽ ഓടിക്കുന്ന ഒരു കാറിന്റെ ഡ്രൈവർ പാലിക്കേണ്ട അകലം എത്രയാണ്? ഓപ്ഷൻസ് എ സുരക്ഷിതമായ ദൂരം, ബി 2.5 മീറ്റർ, സി ട്രക്കിന്റെ പകുതിയോളം നീളം, ഡി ട്രക്കിന്റെ നീളം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. ചോദ്യം 18. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ് എ പാറ വീഴാൻ സാധ്യത ഉള്ള റോഡ്, ബി വഴുക്കലുള്ള റോഡ്, സി ഇളകിയ ചരൽ റോഡ്, ഡി ചെരിവുള്ള റോഡ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി.